ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ജീവിതത്തെ ശോധന ചെയ്യുന്ന സമയമാണ് നോമ്പ്. അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു തപസ്സുകാലം. സ്വയം തിരിച്ചറിയാനും തിരുത്തപ്പെടലുകൾക്കും വിധേയപ്പെടുന്നതിനുള്ള അവസരം. ഇന്ന് ഈ വലിയ നോമ്പിൻ്റെ ഈ 36-ാം ദിനം നമ്മൾ ധ്യാനിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ഹു സ്റ്റോപ്സ് അറ്റ് ഹ്യൂമൻ ക്രൈസ് എന്ന വിഷയമാണ്. ഇതിനോടനുബന്ധിച്ച് നാം എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. കുറുവാക്യമായ 49-ാം വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. ഈ സംഭവം നടക്കുന്നത് യെരുശലേമിൽ നിന്ന് 15 മൈൽ ദൂരെയുള്ള ഒരു വലിയ വ്യാപാര കേന്ദ്രമായിരുന്ന യെരിഹോവിലാണ്. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടി യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്നാണ് നാം വായിക്കുന്നത്. യേശു യെരുശലേമിലേക്ക് പെസഹ ആചരിക്കാൻ പോകുന്നു. പെസഹ പെരുന്നാൾ കാലം. യെരിഹോവിൽ ഭയങ്കര തിരക്കായിരിക്കും. പെസഹ പെരുന്നാളിനായി യെരുശലേമിലേക്ക് പോകുന്നവർ അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നത് യെരിഹോവിൽ നിന്നാണ്. പെരുന്നാളിന് പോകാൻ കഴിയാത്തവർ തങ്ങളുടെ നേർച്ച കാഴ്ചകൾ പോകുന്ന തീർത്ഥാടകരുടെ കയ്യിൽ കൊടുത്തുവിടാനായി വഴിവെക്കൽ കാത്തു നിൽക്കും. പെരുന്നാളിന് പോകുന്നവർ ധാരാളം ധർമ്മം കൊടുക്കുന്നതിനാൽ വഴിവെക്കൽ മുഴുവൻ യാചകർ ഇരിക്കുന്നുണ്ടാവും. ഇത്തരമൊരു പെസഹ കാലത്ത് യെരിഹോവിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ധ്യാന വിഷയം. ഇവിടെ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരനെ നമുക്ക് കാണുവാൻ സാധിക്കും. ബർത്തിമായിൽ കൂടി നമുക്ക് ചില ചിന്തകൾ ധ്യാനിക്കാം. വഴിയരികെ ഇരുന്നുവെങ്കിലും അവന് പരിസര ബോധമുണ്ടായിരുന്നു. കാഴ്ചയില്ലായെങ്കിലും നല്ല കേൾവിയുണ്ടായിരുന്നു. തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ അവന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ടവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവൻ കുരുടനായിരുന്നു, യാചകനായിരുന്നു, എങ്കിലും എല്ലാം ശ്രദ്ധിക്കുന്നവനായിരുന്നു. യേശു ആരാണ് എന്ന് അവന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ദാവീദ് കുലത്തിൽ ജന്മമെടുത്ത രക്ഷകനാണ്, വിമോചകനാണ്, മശിഹായാണ് യേശു എന്നാണ് അവൻ ഉറക്കെ വിളിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അവൻ കേൾക്കുക മാത്രമല്ല വിശ്വസിക്കുകയും ചെയ്തു. ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടവൻ നിലവിളിക്കുന്നു. തൻ്റെ നിലവിളിക്ക് മുന്നിൽ യേശു നിൽക്കും എന്ന പ്രത്യാശയോടെ അവൻ ശാസനകളെ അതിജീവിച്ചുകൊണ്ട് നിലവിളിച്ചു. ആ നിലവിളിക്ക് മുന്നിൽ യേശു നിൽക്കുന്നു, പ്രതികരിക്കുന്നു. ആവശ്യത്തിൻ്റെ ആഴം, വിശ്വാസം യേശുവിനെ നിശബ്ദനാക്കി. അവനെ വിളിപ്പിൻ എന്ന് പറയുന്നു. യഥാർത്ഥ ശിഷ്യത്വം ദൈവത്തിൻ്റെ വിളിയോടുള്ള പ്രതികരണമാണ്. ബർത്തിമായ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. തൻ്റെ രാത്രിയുടെ സംരക്ഷണവും പകലിലെ തൻ്റെ വരുമാന മാർഗവുമായ പുതപ്പ് അവൻ ഉപേക്ഷിച്ചു. ഇതിലൂടെ പൂർണ്ണ സമർപ്പണമാണ് ദർശിക്കുവാൻ സാധിക്കുന്നത്. എന്ത് ചെയ്തു തരണമെന്ന യേശുവിൻ്റെ ചോദ്യത്തിന് വ്യക്തമായി എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന ആവശ്യം അവൻ അറിയിക്കുന്നു. കാഴ്ച പ്രാപിച്ചാൽ അവൻ്റെ വരുമാനമാർഗം നഷ്ടപ്പെടും. എന്നിട്ടും അവൻ മെച്ചമായതിലേക്ക് നീങ്ങാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് മുന്നോട്ട് നീങ്ങുവാനുള്ള അഭിവാഞ്ചയുണ്ടായി. ആ ആഗ്രഹം അവൻ്റെ വിശ്വാസത്തിലൂടെ അവന് ലഭിക്കുകയും ചെയ്തു. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് യേശു കർത്താവ് അവനോട് പറയുന്നത്. കാഴ്ച പ്രാപിച്ച ബർത്തിമായി യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് യേശുവിനെ അനുഗമിക്കുക എന്നതാണ്. ഏത് പ്രതിസന്ധിയിലായാലും പ്രശ്നത്തിലായാലും യേശുവിനെ കണ്ടെത്താൻ, അനുഗമിക്കാൻ സാധിക്കണം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും യേശുവിനെ കേൾക്കാനും അടിയുറച്ച് വിശ്വസിക്കാനും ആഴമായി നിലവിളിക്കാനും പൂർണ്ണമായ ജീവിതത്തെ സമർപ്പിക്കാനും ജീവിതയാത്രയിൽ ആത്മാർത്ഥമായി അനുഗമിക്കാനും നമുക്ക് സാധിക്കണം. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ അപരന് യേശുവിനെ കാട്ടിക്കൊടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവേ, നിന്നെ പൂർണ്ണമായും വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അപരന് അങ്ങയെ കാട്ടിക്കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണേ. ആമേൻ.